ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡ് എനേബിൾ ചെയ്യാൻ നോക്കുകയാണ്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോനെ വേറെ ലെവലാണ്. കാരണം അത്ര ആക്സലറേഷനാണ്. ഞാൻ വയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സോണിലൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിട്ടാണ് അത് കാണുന്നത്. ഇതിൽ കുറച്ചുകൂടി നീറ്റായിട്ട് അത് ഡീൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഈ ഗ്ലോ ബോക്സിൽ നമുക്ക് ചെറിയ രീതിയിലൊരു കൂളിംഗ് സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്യാനുള്ളൊരു കീ നമുക്കിവിടെ കാണാം. ഇത് 3 ലെവലാണുള്ളത്, L1, L2, അതുപോലെ തന്നെ L3. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീജനറേഷൻ എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ജിനോസ് ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള ടാറ്റ പഞ്ച് EV ആണ്. ഈ ഒരു വാഹനം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുന്നംകുളത്തിനടുത്തുള്ള കമ്പിപ്പാലത്തുള്ള ഹൈസൻ മോട്ടോഴ്സാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റി അറിയാനും ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവരെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരെ കോൺടാക്ട് ഞാൻ താഴെ കൊടുക്കാം. സോ ഇനി നമുക്ക് പഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ടാറ്റ പഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് സെല്ലിംഗ് കാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ പഞ്ച് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു EV വേർഷൻ എന്ന് പറയുമ്പോഴും ആൾക്കാർ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടി നോക്കി കാണുന്നത്. സോ ഈ ഒരു വണ്ടി ആൾക്കാരുടെ എക്സ്പെക്റ്റേഷനെ ഫുള്ളായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ആ ലുക്കിനോട് വളരെ സിമിലർ തന്നെയാണ്. വലിയ കാര്യമായിട്ടുള്ള സൈസിലോ ഡയമെൻഷനിലോ ഒന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളിലില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു റണ്ണിങ് ഇൻഡിക്കേറ്റേഴ്സും ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഈ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള DRL ഒക്കെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു EV ലുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രില്ലിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു സിൽവർ ലിപ്പൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വണ്ടിക്ക് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോഗ് ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലൈറ്റാണ് ഈ ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു കോർണറിങ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേണിങ്ങിൽ സമയത്തൊക്കെ നമുക്ക് ടേണിങ്ങിലേക്ക് കൂടി ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ലൈറ്റിനുണ്ടെന്നാണ് പറയുന്നത്. അതെന്തായാലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ടാറ്റ പഞ്ചിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഈ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികൾ നോക്കി കഴിഞ്ഞാലും ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടില്ല. ഒരു കോമ്പാക്ട് SUV ആണ് അല്ലെങ്കിൽ ഒരു SUV ആണ് ഓടിക്കുന്നത് എന്നുള്ളൊരു എപ്പോഴും ഒരു തോന്നൽ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടാറുണ്ട്. ഇനി ഇതിൻ്റെ ലോഗോനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്ലാസിക് ലുക്കിലാണ് ലോഗോ വന്നിരിക്കുന്നത്. ലോഗോൻ്റെ പുറകിലാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു ചെറിയൊരു ഓപ്പണിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടകത്ത് നമ്മുടെ ഈ ഒരു ബോണറ്റ് തുറന്നതിന് ശേഷം അങ്ങനെയും തുറക്കാം. എപ്പോഴേലും ആ ഒരു EV വഴി നമുക്കത് ഇലക്ട്രിക് വഴി നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് മാനുവലി ഓപ്പൺ ചെയ്യാനുള്ള സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടാറ്റ പഞ്ച് EVയുടെ സൈഡ് വ്യൂവിനെ പറ്റി നോക്കാം. സൈഡ് വ്യൂവിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഈ സൈഡിലേക്കും കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ വരുന്നത് നമുക്ക് 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എയറോഡൈനാമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. മാത്രമല്ല ഈ ഒരു ടയേഴ്സിൽ തന്നെ ആ ഒരു EVയുടെ ചെറിയ പാറ്റേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ .EV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂ കളർ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലൊരു റൂഫ് റെയിൽ കാണാൻ സാധിക്കും. വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കിനെ ആ ഒരു റൂഫ് റെയിൽ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിറേഴ്സൊക്കെ നോർമലായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ്. ഇവിടെ ഒരു ഫൈബർ ഒരു പാഡിങ് കൊടുത്തതിന് ശേഷം അത് ഫ്രണ്ട് തൊട്ടിട്ട് ബാക്ക് സൈഡ് വരെ നമുക്കത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡിങ്ങിനൊക്കെ ഈ ഒരു വണ്ടി പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ സാധാരണ വരാറുള്ള പോലെ തന്നെ പഞ്ചിൽ വരാറുള്ള പോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്കിലെ ആ ഒരു ഹാൻഡിൽ ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാനും ഇറങ്ങാനൊക്കെ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങിനെ പറ്റിയിട്ടാണ്. ഈ ഒരു മോഡലിൽ 4 വീൽസിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. നമ്മുടെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന എല്ലാ വേരിയൻസിനും ഈ പറഞ്ഞ 4 ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ടാറ്റ പഞ്ച് എന്ന് പറയുന്നത് ഇത്രയും ഹെവിയർ ആയിട്ടുള്ളൊരു വാഹനം ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ് നമുക്ക് എപ്പോഴും തരുന്നത്. ബാക്കിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കിടിലൻ SUV ലുക്ക് തന്നെയാണ് ബാക്കിൽ നിന്ന്. കാരണം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ കിട്ടും. കുറച്ച് ആൾക്കാരെ ലോഡ് ചെയ്താലും ചെറിയ രീതിയിലാണ് നമുക്ക് താവുന്നുള്ളൂ. പിന്നെ ബാക്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ഒരു സിൽവർ ലൈൻ ബമ്പറൊക്കെ വളരെ ലുക്കായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്കൊരു ഫൈബർ പാർട്ടാണ് വരുന്നത്. ഈ ഒരു ഇവിടെ കുറച്ച് പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബട്ടണാണ് കേട്ടോ. അധികം ഫോഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ബൂട്ട് സ്പേസ് നമുക്ക് ഏകദേശം ഒരു 360 ലിറ്റേഴ്സിൻ്റെ അത്ര സംതിങ് വരുന്നുണ്ട്. പിന്നെ പൊതുവേ എല്ലാം പറയുന്ന പോലെ ഇതിനൊരു കേസ് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കിതിൽ സ്റ്റെപ്പിന് ടയർ വരുന്നില്ല, സ്പെയർ ടയർ വരുന്നില്ല. പകരം നമുക്ക് അവിടെ കുറച്ച് ടൂൾ കിറ്റും അതുപോലെ തന്നെ ജാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്.
പിന്നെ അതുപോലെ മൊത്തത്തിൽ നമുക്ക് ഒരു ഫാമിലിയുടെ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പുറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹെഡ് റെസ്റ്റ് ഒക്കെ കറക്റ്റ് കംപ്ലീറ്റ്ലി ഒരു ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാക്കിൽ ഈ ഒരു മോഡലിന് വൈപ്പർ വരുന്നുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് എംപവേർഡ് LR എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അതിൽ നമുക്ക് ഇവിടെ ഒരു വൈപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ ഡീഫോഗ് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയ കോയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു നമുക്കൊരു റിയർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഷാർക്ക് മോഡൽ ആൻറ്റിനാണ് വരുന്നത്. സോ അത് നമുക്കിവിടെ മുകളിൽ കാണാവുന്നതാണ്. അതൊക്കെ വണ്ടിയുടെ ലുക്കിനെ നന്നായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാറ്റ ലോഗോൻ്റെ താഴെയായിട്ട് ടാറ്റ ലോഗോ നമ്മൾ ഫ്രണ്ടിൽ കണ്ടിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ്. പിന്നെ റിയർ ലാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പഞ്ചിൽ കണ്ടിട്ടുള്ള അതേ മോഡൽ തന്നെയാണ്. ഒരു ആരോ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം എൻഡ് ചെയ്യുന്ന പോലത്തെ രൂപത്തിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി റൈറ്റ് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. വേറെ പ്രത്യേകിച്ച് ബാഡ്ജിങ് ഒന്നുമില്ല. നേരത്തെ ഒരു എന്താ പറയുക EV ബാഡ്ജിങ് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടെ ഒരു EV ബാഡ്ജിങ് ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും റൈറ്റ് സൈഡിൽ സിമിലറാണ്. പിന്നെ ടാറ്റയുടെ ഒരു 50 lakh കാർ വിറ്റേണ്ട ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലുള്ള സ്മാർട്ട് ലോക്ക് സിസ്റ്റമാണ്. നമ്മുടെ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ചെറിയ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. ടാറ്റയുടെ പോസ്റ്റേഴ്സൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു വണ്ടിയിലില്ല. അത് നമുക്ക് എക്സ്ട്രാ വെക്കാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ഐറ്റംസ് ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാഗ് ഉള്ളിൽ വെക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാവുന്ന സംഭവമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ, ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളും. സോ ഇവിടെ ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഒരുപാട് വയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. നെക്സോണിലൊക്കെ നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിട്ടാണ് അത് കാണുന്നത്. ഇതിൽ കുറച്ചുകൂടി നീറ്റായിട്ട് അത് ഡീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചെറിയ ബാറ്ററി പാക്ക്, നമ്മുടെ ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ബാറ്ററി പാക്ക് ആയിരിക്കാനാണ് ചാൻസ്. പിന്നെ കൂടുതലും വയറിംഗ് പാർട്ടുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ. നമ്മൾ സാധാരണ IC എഞ്ചിൻ കാറുകൾ കാണുന്ന പോലത്തെ അത്രയും ഒന്നും ഇതിലില്ല. പകരം ഒരുപാട് വയറിങ്ങും ഇലക്ട്രോണിക് പരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്രേക്ക് ഓയിൽ, അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ള ട്രാൻസ്മിഷൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗിയർ ഓയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സെറ്റപ്പുകളും മേ ബി ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഒരു ബാറ്ററിയുടെ ആ ഒരു മോട്ടറിൻ്റെ ഒക്കെ ആ ഒരു പ്രധാന ഭാഗങ്ങൾ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബോണറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നെക്സോണിൻ്റെ അത്ര ഹെവി അല്ല, എന്നാലും അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിലെ കാറുകൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹെവിയർ ആയിട്ടുള്ളൊരു ബോണറ്റാണ് ഇത് വന്നിട്ടുള്ളത്. ആ ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയറിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും കാണാൻ പറ്റും. നമുക്ക് ആ ഒരു സീറ്റിലാണെങ്കിലൊക്കെ തന്നെ ആ ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ നമുക്കിവിടെ കാണാൻ പറ്റും. ടാറ്റയുടെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാ മോഡൽസിലും വരുന്ന മോഡലൊരു സ്റ്റിയറിംഗ് തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടാറ്റയുടെ ലോഗോ കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിലെന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും റേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് വണ്ടി 171 കിലോമീറ്റർ ഓടാമെന്നാണ് പറയുന്നത്. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിറ്റി മോഡിലാണ് വരിക. നമുക്ക് അതനുസരിച്ച് നമുക്കിനി എക്കോ മോഡിലേക്ക് ആക്കണമെങ്കിൽ എക്കോ മോഡിലേക്ക് ആക്കാം. നമുക്കൊരു ചെറിയൊരു വോയിസ് ഓവർ ഇൻഡിക്കേഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് സ്പോർട്സ് മോഡ് ആക്കണമെങ്കിൽ അവിടെ ഉണ്ട്, ഒരാൾ ഓടുന്ന പോലത്തെ ഒരു ചിഹ്നമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡ് ആക്ടിവേറ്റഡ് ആവും. സോ അതൊക്കെ ഈ ഒരു താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു താഴത്തെ ഏരിയയിൽ നമുക്ക് കാണാം. ഓക്കെ, ബാക്കി എല്ലാ വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് 360 ക്യാമറ അവൈലബിൾ അല്ല. ബാക്കി എല്ലാ തരത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് പോകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ AC വെൻറ്റുകളിലൂടെ കാണാൻ സാധിക്കും. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത്, വളരെ സിമ്പിളാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC കൺട്രോളിങ് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഹോൾഡ് അസിസ്റ്റിൻ്റെ ബട്ടണൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മസാർഡ് ബട്ടൺ ഉണ്ട്. ബാക്കി ഡിക്കി ഓപ്പൺ ചെയ്യണമൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ AC കൺട്രോൾസൊക്കെ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തവണ അത് ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചാർജിങ് പോർട്ട് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു C ടൈപ്പ് സെറ്റപ്പ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ USB കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ഇവിടെ ചില മോഡലുകളിൽ, ഹയർ മോഡലുകളിൽ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നോബ് നോക്കുകയാണെങ്കിൽ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ തന്നെ ഡ്രൈവ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഒരു LED ഡിസ്പ്ലേയിലാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ബട്ടൺസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ പാർക്കിംഗ് അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബട്ടൺസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കീ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കീ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വെക്കാവുന്നതാണ്. നമുക്കിവിടെ ഒരു ഹാൻഡ് ഹോൾഡർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു ഒരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്.
ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിൽ പറയാനുള്ള പ്രത്യേക വിശേഷങ്ങൾ. മിറർ അത്യാവശ്യം ഫംഗ്ഷനിലാണ്, ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, മിററിലുണ്ട്. അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൺറൂഫിൻ്റെ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. സൺറൂഫ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, നല്ല ലൈറ്റൊക്കെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലേക്ക് കയറി, നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ഇൻറ്റീരിയറിലേക്ക് വന്നു. സോ മെയിനായിട്ട് ലൈറ്റും അതുപോലെ തന്നെ എയർ സർക്കുലേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ ഒരു പർപ്പസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വണ്ടിയിലാണെങ്കിൽ പോലും നമുക്കൊരു സൺറൂഫ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നല്ല കിട്ടുന്ന ഒരു ഫീച്ചറാണെന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ടാറ്റ പഞ്ച് EVയിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത്തവണ ടാറ്റ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊരു എന്താ പറയുക, ഒരു EV കാസിന് ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇൻറ്റീരിയർ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റിയറിങ്ങിലുള്ള ആ ഒരു ലെതർ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ടുണ്ട്, വളരെ പ്രൊഫഷണലായിട്ടുണ്ട്. നമുക്കൊരു പാഡിൽ ഷിഫ്റ്റർ കാണാൻ പറ്റും. നമ്മുടെ സ്പോർട്സ് കാറിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റീജനറേഷൻ്റെ മോഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരു ഗ്രാഫ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഡൗൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കവിടെ കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ ഇത് 3 ലെവലാണുള്ളത്, L1, L2 അതുപോലെ തന്നെ L3. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീജനറേഷൻ എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ IC എഞ്ചിൻ കാറുകളിലാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. അതായത് നമ്മുടെ എഞ്ചിനിലേക്ക് ലോഡ് കൊടുത്തിട്ട് ബ്രേക്കിംഗ്, അവിടെ നമുക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ റീജനറേറ്റീവ് സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബ്രേക്കിങ്ങിലും അല്ലെങ്കിൽ ഓരോ സ്ലോ ഡൗണിലും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് 3 ലെവലിൽ അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല പെർഫോമൻസിലൊക്കെയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് L1 ഇട്ടാൽ മതി. അപ്പോൾ ഈ എന്താ പറയുക, ഈ ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് വഴിയുള്ള കറണ്ട് ജനറേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ നല്ല സ്മൂത്തായിട്ട് വണ്ടി റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ട് പോകും. ഇനി ലെവൽ 2ലാണ് ഇട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റീജനറേഷൻ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോഴോ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. നമ്മൾ ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. ലെവൽ 3 ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടി, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കപ്പാസിറ്റി കൂടും. ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ഒരു സംഭവം കൂടും. അപ്പോൾ റീജനറേറ്റീവ് ലെവൽ എപ്പോഴും ലോ ആണെങ്കിൽ നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിരിക്കും, പക്ഷേ നമുക്ക് ബാറ്ററി റീചാർജിങ് അവിടെ ഇല്ല. റീജനറേഷൻ ലെവൽ 3 ആണ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് കുഴപ്പമില്ല, ആക്സിലേറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് അവിടെ ഒരു പാഡിൽ ഷിഫ്റ്റർ പോലെ ലെഫ്റ്റിൽ ഡൗൺ ഗ്രേഡ് ചെയ്യാനും റൈറ്റിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ ഒരു പാഡിൽ ഷിഫ്റ്റർ എന്തോ ഒരു സ്പോർട്ടി ലുക്കാണ് ഈ ഒരു സ്റ്റിയറിംഗ് സെഗ്മെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് L3 ഉപയോഗിച്ചാൽ മതി. വണ്ടിക്ക് നല്ല റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിനനുസരിച്ച് വണ്ടി എന്തായാലും റീചാർജ് ആവും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി പെർഫോമൻസ് ഉള്ള രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്കത് ഡൗൺ ഗ്രേഡ് ചെയ്തതിന് ശേഷം L1 ഓടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഓടിക്കാനും സ്മൂത്തായിട്ട് ഓടിക്കാനും പറ്റും. കാരണം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ പോലും വണ്ടി സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് റീചാർജിങ് കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു അപ്പ് ബട്ടണും അതുപോലെ തന്നെ ഡൗൺ ബട്ടണും. ബാക്കിലെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സീറ്റ് ഇറക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് കോൺടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു ക്ലിയറൻസ് വരുന്നുണ്ട്. ഒരു ഷോർട്ടറായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് കുറച്ചുകൂടി ഫ്രണ്ടിൽ കയറും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റിയർ സീറ്റിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. 4 പേര് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കപ്പ് ഹോൾഡർ വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മെയിനായിട്ട് ടോപ്പ് മോഡൽസിലാണ് വരുന്നത്, പക്ഷേ ഈ ഒരു സംഭവം ഉള്ളത് നല്ലൊരു എന്താ പറയുക, ഒരു പ്രീമിയം ലുക്കാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ സീറ്റ് കവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് ലെതർ ഫിനിഷുള്ള സംഭവമാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്കൊരു ഫാബ്രിക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ സെറ്റപ്പുള്ള ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ആദ്യമേ വൈഫൈ കണക്ട് ചെയ്തിട്ട് എല്ലാ സെറ്റപ്പും ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈഫൈ കണക്ടിവിറ്റി ഉള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ടോപ്പ് മോഡൽസിനൊക്കെ നമുക്കിവിടെ എയർ വെൻറ്റിലേഷൻ കൂടി ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലത്ത് ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു വെൻറ്റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. നമുക്ക് ഏറ്റവും പുതിയ പഞ്ച് EVയിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് വരുന്നത്. നമുക്കറിയാം ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും ഒരുവിധം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അല്ലെങ്കിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട്. സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ. അതുപോലെ നമ്മൾ സിംഗിൾ റൈഡ് അല്ലെങ്കിൽ സോളോ റൈഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എയർ ബാഗ് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെറ്റപ്പും ഇവിടെ ടാറ്റ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാണാം. ഇവിടെയാണ് ആ ഒരു എയർ ബാഗ് നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് വരുന്ന. ഫ്രണ്ട് സീറ്റിൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു സെറ്റിങ്സ് കാണാവുന്നതാണ്.
പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു എയർ ബാഗ് നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് ആ സൈഡിൽ ഇടാൻ യൂസ് ചെയ്യുന്ന ഒരു കീ തന്നെയാണ് നമ്മുടെ ആ റിമോട്ടിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു റിമോട്ടിലെ കീ നമുക്ക് ഡോറ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ ബാറ്ററി റിമോട്ടിൻ്റെ ബാറ്ററി ഡൗൺ ആവുകയാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോർ തുറക്കാനും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരെ അത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഇവിടെ ഒരു ലിഡ് ഉണ്ട്, അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ലിഡാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ച് പ്ലഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീ ഉപയോഗിച്ച് വണ്ടി മാനുവലി റിമോട്ട് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് പോകാനും പറ്റും. നമുക്ക് അഫ്കോഴ്സ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. സോ അതിനുള്ള സെറ്റിങ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്പീഡും ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലെ സെറ്റിങ്സ് മെയിനായിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് കാണാനായിട്ടും അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് പെയറിങ്, ബ്ലൂടൂത്ത് വോയിസ് കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഒരു മിററിന് കുറേ ഫങ്ഷൻസൊക്കെ ഉണ്ട്. നമ്മുടെ റിയർ ലൈറ്റ് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും ഈ ഒരു മിററിന് പറ്റും. നമ്മുടെ റിയർ ലൈറ്റിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ലൈറ്റ് വരികയാണെങ്കിൽ ഈ ഒരു മിറർ നമുക്ക് അതിലൊരു ഷെയ്ഡ് വന്ന് നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ കാണിച്ചു തരാനായിട്ട് നമുക്ക് പറ്റില്ല, കാരണം നമ്മളിപ്പോൾ നൈറ്റിലല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സെറ്റപ്പ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പാർസൽ ട്രേ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർസൽ ട്രേ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ എംപവേർഡ് LR എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. എന്തായാലും നല്ല സേഫർ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. എയർ ബാഗിൻ്റെ ബാഡ്ജിങ്ങൾ നമുക്കിവിടെ കാണാം. ഇവിടെ ഉണ്ട് ഒരെണ്ണം, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് റിയർ സൈഡിലും ഉണ്ടായിരിക്കും. ഈ വണ്ടിയുടെ ഈ ഗ്ലോ ബോക്സിൽ നമുക്ക് ചെറിയ രീതിയിലൊരു കൂളിംഗ് സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്യാനുള്ളൊരു കീ നമുക്കിവിടെ കാണാം. അത് ഓൺ ചെയ്ത് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ AC വർക്കാനുസരിച്ച് നമുക്ക് ചെറിയൊരു കൂളിംഗ് ഇവിടെയും കിട്ടും. അപ്പോൾ നമുക്ക് ഡ്രിങ്കൊക്കെ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ എല്ലാ മോഡലുകളും സ്റ്റാൻഡേർഡായിട്ട് ടയർ പ്രഷർ മോണിറ്ററും കൂടിയും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള 2 ബട്ടൺസ് ഇവിടെ കാണാൻ സാധിക്കും. അതൊന്ന് കോളിനും അതുപോലെ തന്നെ കോളിനും വേണ്ടിയിട്ടാണ്. എമർജൻസി കോൾ ആൻഡ് ബ്രേക്ക് കോൾ എന്നാണ് പറയാം. നമുക്ക് വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതൊരു നമ്പറിലേക്ക് നമുക്കത് കോൾ പോകുന്നതായിരിക്കും. അല്ല നമുക്ക് തന്നെ ഒരു എമർജൻസി കോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമർജൻസി കോൾ ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. പിന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കാനായിട്ട് താഴത്തേക്ക് വെക്കുക. ഇനി ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ പാർക്ക് ബ്രേക്ക് അലർട്ട് എന്നുകൊണ്ട് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓട്ടോ ഹോൾഡ് എന്നുള്ളൊരു ബട്ടണുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടി എപ്പോഴേലും നിൽക്കുകയാണെങ്കിൽ അതിപ്പോൾ കയറ്റത്തോ ഇറക്കത്തോ എവിടെയാണെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്ത് നിന്നോളും. നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കലി നിൽക്കും. അപ്പോൾ അതും ഒരു സേഫ്റ്റി ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതിന് വേണ്ടിയിട്ടൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. അത് മാനുവലി അഡ്ജസ്റ്റിംഗ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിയറിംഗ് ആവശ്യമുള്ള രീതിയിലേക്ക് നിർത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു ലോക്ക് ഇടാവുന്നതാണ്. സോ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു ഹൈറ്റിലാണ് അത് വെച്ചിട്ട് ശേഷം ഞാൻ ഈ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആയി. റിവേഴ്സ് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗൈഡ് ലൈൻ അസിസ്റ്റ് ഉണ്ട് നമുക്ക്. പിന്നെ ആ റിവേഴ്സ് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡ് ലൈൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീനിലാണെങ്കിൽ നമുക്ക് സേഫർ ആയിട്ടുള്ളൊരു പാർക്കിംഗ് ആണ്. യെല്ലോ ആണെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി കുറയും. റെഡ് ആണെങ്കിൽ ഭയങ്കര ക്ലോസർ ആണെന്നുള്ള ഒരു ഇൻഡിക്കേഷനും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി റൈഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് സെലക്ട് ചെയ്യുന്നു. ദെൻ ജസ്റ്റ് ആക്സലറേഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ 5 EV നമ്മൾ ഓടിക്കുകയാണ്. ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായത് സീറ്റ് ബെൽറ്റിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ് നമുക്ക് ആ ഒരു 15 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഓഫ് ആയിക്കോളും. പക്ഷേ ബാക്കിൽ ആളിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ വാണിങ് നമ്മുടെ ആ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹൈറ്റുള്ള റോഡിലേക്കാണ്. നമുക്കിങ്ങനെ ഈസി ആയിട്ട് കയറി പോകുമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് കയറിപ്പോയി, ഒരു പ്രശ്നമില്ല. റിയർ വ്യൂ മിറേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി തരുന്നുണ്ട്. പ്രത്യേകിച്ച് അഡ്ജസ്റ്റബിളും കൂടി ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഏത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു റോട്ടിലേക്കൊക്കെ കയറുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ആ റോട്ടിലെ വാഹനങ്ങൾ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, മിറർ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോസിറ്റീവ് ക്വാളിറ്റി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമുക്ക് എല്ലാം വിസിബിലിറ്റിയാണ്. വിസിബിലിറ്റിയുടെ ഒരു എന്താ പറയുക മെയിൻ പരിപാടിയാണ്. കാരണം നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള എല്ലാ വിഷ്വൽസും ധൈര്യമായിട്ട് കാണാം. ബോണറ്റ് ഇത്ര ഹൈറ്റിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു വിഷ്വൽസിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു സീറ്റ് ടു ആ ഒരു സ്റ്റിയറിംഗ് ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പക്കയാണ്. നമുക്ക് കുറച്ച് ഹൈറ്റുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാം. ചില കാറുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവായിരിക്കും.
അതിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഷോക്കായിരിക്കും. നമ്മുടെ കാലിലൊക്കെ നല്ല സ്ട്രെസ് ഉണ്ടായിരിക്കും ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കാല്, ഞാൻ അത്യാവശ്യം ആയിട്ടുള്ള ഒരാളാണ്, കാലൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റൈഡിങ് ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി പൊസിഷൻ തന്നെയാണ്. ആ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷൻ നല്ലൊരു കമാൻഡിങ് പൊസിഷനിലാണ് നമുക്ക് വണ്ടി ഓടിക്കുക. ഒരു പ്രീമിയം XUV ഓടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനി ലെഫ്റ്റ് പോയി കുഴപ്പമുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് നോക്കാം. പുഷ് ചെയ്യുമ്പോൾ തന്നെ വളരെ സെറ്റപ്പായിട്ട് സ്പീഡ് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡായിട്ട് നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 140 ഒക്കെയാണ്. നമ്മുടെ ഈ സാധാരണ റോഡുകളിൽ നമുക്ക് അത്രയും സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. എന്നാലും ആക്സലറേഷനും കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മൾ സാധാരണ ഒരു പഞ്ചിൻ്റെ AMT ഒക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ലാഗ് ഫീൽ ചെയ്തിരുന്നു. നമ്മൾ വെട്ടിക്കാനായിട്ട് ഒരു ഓവർടേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഏതൊരു സംഭവം വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്തെടുക്കാവുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഷോർട്ടറായിട്ടുള്ള ഓവർടേക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്താൽ കയറുന്നുണ്ട് സംഭവം. പെട്ടെന്ന് 8 ഒക്കെ വളരെ ഫാസ്റ്ററായിട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല, MVD അല്ലാന്ന് തോന്നുന്നു അടക്കാൻ. അപ്പോൾ അതാണ് ഈ ഒരു ഡ്രൈവിംഗ് പ്ലഷറുള്ളൊരു കാറാണ്. ഒരു ഡ്രൈവിംഗ് കോൺഫിഡൻസ് ഉണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, 4 ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് ആ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസിയും സൂപ്പർ തന്നെയാണൊന്നും പറയാനില്ല. അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായ ഉടനെ നമുക്ക് സിറ്റി മോഡായിരിക്കും ഉണ്ടാവുക. ആക്ച്വലി ഈ ഒരു വണ്ടിക്ക് 3 മോഡുകളാണുള്ളത്. ഒന്ന് സിറ്റി മോഡ്, എക്കോ മോഡ്, പിന്നെ സ്പോർട്സ് മോഡ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിറ്റി മോഡായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് എക്കോ മോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എക്കോ മോഡാക്കി നോക്കാം. എക്കോ മോഡാക്കിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റീജനറേഷൻ ലെവൽ 2ലേക്ക് മാറിയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു വണ്ടി ആക്സലറേറ്റ് വിട്ട് കഴിഞ്ഞാലൊരു റെസിസ്റ്റൻസ് നമുക്ക് കൂടുതലാണ്. നമ്മൾ പെട്ടെന്ന് ആക്സലറേറ്റ് വിട്ടാൽ നമ്മൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയും. അത് ആ ഒരു എന്താ പറയുക, ആ ഒരു റീജനറേറ്റീവ് പവർ കൂടിയതിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വളരെ റേഞ്ച് കിട്ടുന്ന, നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്ന പോലെ പോകാനും സാധിക്കും. പക്ഷേ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് പ്രഷർ അത്ര ഇല്ല. നമ്മൾ ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ സാധാരണ വണ്ടികളിൽ എഞ്ചിൻ ബ്രേക്കിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു അതേ ഒരു ഫിനോമിന നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡ് എനേബിൾ ചെയ്യാൻ നോക്കുകയാണ്. സ്പോർട്സ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോനെ വേറെ ലെവലാണ്. കാരണം അത്ര ആക്സലറേഷനാണ്. ഞാൻ ഒരിക്കലും പഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു പുള്ള് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അമ്മാരി പുള്ളാണ്. സാധാ പഞ്ച് ഓടിച്ച ആൾക്കാർ ഇതൊന്നും ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാ പഞ്ച് ഓടിക്കില്ല. കാരണം അമ്മാരി ത്രില്ലാണ്. നമുക്ക് അധികം ഫ്രീ ആയിട്ടുള്ള റോഡല്ല, അതുകൊണ്ട് നമുക്ക് അധികം ഇതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്പോർട്സ് മോഡ് ഡെഫിനറ്റ്ലി അത് അമേസിംഗ് ആണ്. റേഞ്ച് ഒരു പക്ഷേ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ റീജനറേഷൻ നമുക്ക് ലെവൽ 1ലേക്ക് മാറും. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി നമ്മൾ ആക്സിലേറ്റ് എടുത്താലും ആ ഒരു റണ്ണിങ് സ്മൂത്ത് തന്നെയാണ്. നമുക്ക് അവിടെ നിന്നുള്ള ആ ഒരു റീചാർജിങ് ഉണ്ടാവില്ല. അതായത് റേഞ്ച് കുറയും, പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അത്ര നല്ല കണ്ടീഷൻഡായിട്ടുള്ള റോഡ് കൂടെ അല്ല പോണത്. പക്ഷേ അതിൻ്റെ സസ്പെൻഷൻ വളരെ സ്മൂത്താണ് കേട്ടോ. കാരണം കുറച്ച് റഫായിട്ടുള്ള റോഡ് കൂടെ പോകുമ്പോഴും നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങൾക്ക് ആ ഓടിച്ചറിയാൻ പറ്റും. ഒരു സ്പോഞ്ച് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് മൊത്തത്തിൽ ആ ഒരു സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ചെറിയൊരു കുഴിയിൽ ചാടിയാൽ പോലും നമുക്ക് ആ ഒരു സംഭവമൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അത് ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ആ ക്രസ്പിനെസ് ഇല്ല. നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത്. ആ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് സസ്പെൻഷൻ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പഞ്ച് EVയുടെ വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സ്മാർട്ട്, അഡ്വഞ്ചർ, എംപവേർഡ് എന്ന 3 കാറ്റഗറിയിൽ ഏകദേശം 13ഓളം വേരിയൻസ് ഈ ഒരു പഞ്ച് EVക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഓപ്ഷൻസിൽ ഇഷ്ടമുള്ള വേരിയൻറ്റ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഓൺ റോഡായിട്ട് വരുന്നത് ഏകദേശം 12 to 13 ലക്ഷത്തിൻ്റെ ഇടയിലാണ്. ടോപ്പ് എൻഡ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 16 to 17 ലക്ഷത്തിൻ്റെ ഇടയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് എംപവേർഡ് LR എന്ന് പറഞ്ഞൊരു മോഡലിന് വരുന്നത് ഏകദേശം 15 to 16 ലക്ഷത്തിൻ്റെ ഇടയിലാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് നിങ്ങൾക്ക് ഐസൻ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ലോങ് റേഞ്ച് ആൻഡ് മീഡിയം റേഞ്ച് വരുന്നുണ്ട്. ലോങ് റേഞ്ചിൽ നമുക്ക് ഏകദേശം 421 കിലോമീറ്ററാണ് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ മീഡിയം റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻസിൽ നമുക്ക് ഏകദേശം 1 ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 315 കിലോമീറ്റർ വരെ ഓടിക്കാനായിട്ട് സാധിക്കും. ടോട്ടലി ഈ ഒരു പഞ്ച് EV എന്ന് പറയുന്നത് ഒരു അമേസിംഗ് വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസൻ മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി കൊടുത്തയച്ച സമയത്ത് നമ്മുടെ കൂടെ 2 റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിരുന്നു. അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേ ഒരു സപ്പോർട്ട് നിങ്ങൾ കസ്റ്റമേഴ്സിനും അവർ തരുന്നതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അവരോട് 2-3 കാര്യങ്ങൾ ചോദിക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ജൂബിൾ ചേട്ടൻ, അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന വിനീത് എൻ്റെ ഫ്രണ്ടാണ്, ഓൾറെഡി എനിക്ക് അറിയാവുന്ന ആളാണ്. സോ എനിക്ക് ഓടിച്ചിട്ട് ടാറ്റ പഞ്ച് ഒരു കിടിലൻ വണ്ടിയാണെന്ന് തന്നെ പറയേണ്ടി വരും കോമ്പാക്ട് SUV സെഗ്മെന്റിൽ. ഇനി ഐസി എഞ്ചിൻ കാറുകളുടെ അവസ്ഥ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമായിരിക്കും, കാരണം EV കാസ് കയറി മെയ്യും. പിന്നെ അത് മാത്രമല്ല, ടാറ്റയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ പഞ്ച് EVയുടെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ? പഞ്ച് EV ഇപ്പോൾ ഒരു 2 മാസമായിട്ട് 1ാം സ്ഥാനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ടോട്ടലി ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലാണ് EV വെഹിക്കിള് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ട് ടിയാഗോ EV ആയിരുന്നു, ഇപ്പൊ പഞ്ച് EVയിലേക്ക് കടന്നിട്ടുണ്ടല്ലോ. കാരണം ഡെയിലി ഒരു 100 കിലോമീറ്റർ 50 കിലോമീറ്ററിന് മുകളിലേക്ക് ഓടുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പിന്നെ നെക്സോണും ഇതും കമ്പയർ ചെയ്യുമ്പോൾ, നെക്സോൺ നമുക്ക് റേഞ്ചിന്റെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ള ഫീച്ചേഴ്സ്. ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോണിന്റെ ബേസ് മോഡൽ റേറ്റ് ആണ്, ഫുൾ ഓപ്ഷൻ നമുക്ക് കുറഞ്ഞ റേറ്റിന് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ക്യാബിൻ സൈസും അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. റേഞ്ച് കുറച്ച് കൂടുതലാണ് നെക്സോൺ EVയിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ടാറ്റയുടെ ടിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EV കൂടി ഉണ്ട്. നമ്മുടെ മിഡിൽ ക്ലാസ് സെഗ്മെന്റിനെ ഫുള്ള് കയ്യിലെടുക്കുന്ന ഒരു EV ആണ്. അപ്പൊ ടിയാഗോ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഇപ്പോ ടിയാഗോ EV കഴിഞ്ഞ പഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ പഞ്ചിനേക്കാളും ഒരു മീഡിയം റേഞ്ച് വരുന്ന, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ഒരു വെഹിക്കിളാണ്. പിന്നെ ഒരു ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സും ബാങ്ക് സ്റ്റാഫ് അവരൊക്കെയാണ് ഡെയിലി ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാർ. അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. ചെറിയൊരു വണ്ടിയാണ്, വലിയ എമൗണ്ട് വരുന്നില്ല, കാണാനും വൃത്തിയുണ്ട്, സേഫ്റ്റി എല്ലാം പക്കയാണ്. നല്ലൊരു വെഹിക്കിളാണ്. മൊത്തത്തിൽ നമ്മുടെ ടാറ്റ അരങ്ങുവാണോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ് തന്നെ നെക്സോൺ EV തന്നെ ആയിരുന്നു പിന്നെ ചെറിയ വണ്ടിയിലേക്ക് വന്നപ്പോ ടിയാഗോ EV, അതോടെ EV സെഗ്മെന്റ് മൊത്തം ടാറ്റ അടിച്ചു മാറ്റി. അതെന്തായാലും ഇനി നമ്മുടെ റോഡുകളിൽ ഒരുപാട് EV കാറുകൾ നമുക്കിനി കാണാം. പ്രത്യേകിച്ച് പഞ്ച് EV ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേസിംഗ് ആണ്, ഒന്നും പറയാനില്ല. ഇവർ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞല്ല കേട്ടോ, അത് നിങ്ങൾ വിചാരിക്കണം. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് പറയാം. അവരോടും പറഞ്ഞാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എന്താണോ ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് വന്നത് നമ്മൾ പറയുന്നത് പറഞ്ഞാണ്. എല്ലാം കൊണ്ട് അമേസിംഗ് ആണ്. ഒരു പ്രീമിയം കാർ എങ്ങനെയാണോ നമ്മൾ ഓടിക്കുന്നത് അതേപോലെ പെർഫോമൻസ് ഉണ്ടെന്നാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടപ്പോൾ നിങ്ങൾ ആ ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് നമ്മളെ ഞെട്ടിപ്പോയി, ഇത്രയും അധികം നമുക്കൊരു വലിവ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി പഞ്ച് ഓടിച്ച സമയത്തൊക്കെ നമുക്കൊരു ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ആ സ്പോർട്ട് മോഡിലൊക്കെ നമ്മൾ കിട്ടുന്ന പെർഫോമൻസിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ജിനോസ് ടെക്ലോസ് എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.